ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫിഷ് ടാങ്കിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡും സ്റ്റാൻഡ് മുകളിൽ വയ്ക്കേണ്ട പലവയും നമ്മുടെ ലീക്കായിട്ടുള്ള അക്വേറിയവും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പ്രൊഫൈലിലേക്ക് ബാക്കി വീഡിയോസ് എല്ലാം കണ്ടിട്ടിരിക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ പോലെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്ക് അതിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ വെള്ളവും ഒഴിച്ച് കളയണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഫില്ല് വെച്ചിരിക്കുന്ന പൈപ്പ് വെള്ളമാണ്, അതിൽ ക്ലോറിൻ്റെ അംശമുണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ അംശം നമ്മുടെ മീനിന് വളരെ ആപത്താണ്. അതിനുശേഷം ഞാനും കിച്ചും കൂടെ ഈ ടാങ്കിനെടുത്ത് പയ്യെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചു. എല്ലാം പക്കയാണ് ഗൈസ്. സ്റ്റാൻഡ് ഇച്ചിരി വലുതാണ്, എന്തായാലും നല്ലതാണ്. അങ്ങനെ സ്റ്റാൻഡും ഫിഷ് ടാങ്കും എല്ലാം സെറ്റായി. ഇനി ഈ ഗ്ലാസ് ടാങ്കിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കാൻ ഞാനുണ്ട്, മിട്ടുമുണ്ട്, കിച്ചുമുണ്ട്, റിയാസുണ്ട്. ഈ ഒത്തൊരുമിച്ച മലയും പോഴുമെന്നുള്ളത് വളരെ സത്യമാണ്. അങ്ങനെ നമ്മളെല്ലാവരുടെയും കഠിന അധ്വാനത്തിന് ശേഷം നമ്മൾ എൻ്റെ വീടിൻ്റെ താഴത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോഴി ഒഴിച്ചു. ഈ വെള്ളം ഒഴിച്ചൊരു വലിയ ടാസ്ക്കാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ഈ ടാങ്കിൽ വെള്ളം നിറച്ചു. ഏകദേശം ഈ കാണുന്ന 20 ലിറ്ററിൻ്റെ ഒരു 7-8 കുപ്പി ഒഴിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മീൻ മേടിക്കാൻ പോയതും അത് മേടിച്ചിരുന്നതും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ആ കോസിലുള്ള എല്ലാ മീനും പിടി.